മഹാകുംഭമേള വൈറൽ താരം മൊണാലിസ ആരും മറന്നു കാണത്തില്ല. ആ പെൺകുട്ടിക്ക് ബോളിവുഡിലേക്ക് ഒരു എൻട്രി കൊടുത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നോട്ട് വന്ന വ്യക്തിയാണ് ഡയറക്ടറായിട്ടുള്ള സനോജ് മിശ്ര. അദ്ദേഹത്തിന്റെ മുഖം ആർക്കും ഓർമ്മ വന്നില്ലെങ്കിൽ ഒന്നും കൂടി വ്യക്തമാക്കി തരാം. അതായത് നമ്മുടെ ബോച്ചെ കേരളത്തിലേക്ക് ആ പെൺകുട്ടിയെ ഇനാഗുറേഷന് വേണ്ടി വിളിച്ച സമയത്ത് സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് മുന്നിൽ വന്ന് മൈക്കിൽ പ്രസംഗിച്ച മുന്നോട്ട് വന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ. അതിലപ്പുറത്തേക്ക് എയ്റോപ്ലെയിനിൽ അച്ഛനും അമ്മയെക്കാളും ഭയങ്കരമായിട്ട് അടുപ്പം കാണിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തൊരു മഹാനുണ്ടല്ലോ. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ഡൽഹി പോലീസ്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീഡന കേസിൽ 2020 ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് വഴി പരിചയപ്പെട്ട പെൺകുട്ടിക്ക് ഈ പറയുന്ന വിവാഹ വാഗ്ദാനം കൊടുത്ത് സിനിമയിൽ എൻട്രി കൊടുക്കാം എന്നുള്ള പേരൊക്കെ പറഞ്ഞുകൊണ്ട് മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച് ആ ദൃശ്യങ്ങൾ വെച്ച് വീണ്ടും വീണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ ഒരു വാർത്ത കണ്ട സമയത്ത് നമ്മുടെ മലയാളികളുടെ ദീർഘവീക്ഷണത്തെക്കുറിച്ചാണ് ആലോചിച്ചു പോയത്. കാരണം എത്രയോ ഈ വീഡിയോസ് മൊണാലിസയും ബന്ധപ്പെട്ട വീഡിയോസ് വന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു സംവിധായം വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചൊരു പെൺകുട്ടിയാണ്, സ്വാഭാവികമായിട്ടും ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന സമയത്ത് 100% കള്ളന്മാരാ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, നല്ല ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതുപോലെ ചില ചതിയന്മാരും ഉണ്ട്. അതുകൊണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ട് പോകട്ടെ എന്ന് പറഞ്ഞ മലയാളികളുണ്ടായിരുന്നു. ആ വാക്ക് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. രക്ഷപ്പെട്ടത് ആ പെൺകുട്ടിയുടെ ഭാഗ്യം. കൂടുതൽ അയാളുമായിട്ട് മിങ്കിൾ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ചതിക്കുഴിയിൽ വലയിൽ അകപ്പെട്ടു പോയേനെ. അപ്പം എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന പെട്ടുപോയിട്ടുള്ള പെൺകുട്ടികൾ ഒരുപാട് കാണും. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാതെ ചില വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ അടുത്ത് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. വെറുതെ നമുക്ക് സഹായ വാഗ്ദാനങ്ങൾ നൽകുന്ന സമയത്ത് നമുക്ക് അവരോടൊരു ആശ്രിതത്വം കൂടും. അത് അവർ മുതലെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെയ്യ നോ പറയാനായിട്ട് ശീലിച്ചു വരിക.